അടുത്ത ഭൂചലനം ജപ്പാനിലെ ടോക്കിയോയിലായിരിക്കുമെന്ന് 2004 സുനാമി സമയത്ത് തന്നെ ശാസ്ത്രജ്ഞർ സൂചിപ്പിച്ചിരുന്നു. അഗ്നിവലയം എന്ന അപകട മേഖലയിലാണ് ജപ്പാന്റെ സ്ഥാനം എന്നതിനാൽ അതിൽ കുറച്ചൊക്കെ വാസ്തവമുണ്ടാവുമെന്ന് ജപ്പാനിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതുമാണ്. അത് മറച്ചു തരാം. പ്രകൃതി ഇവരെ പേടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇക്കുറി ജപ്പാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂമികുലുക്കം ഉണ്ടായപ്പോൾ അവർ ശരിക്കും വിറച്ചുപോയി. കണ്ടൊക്കെ റിക്വസ്റ്റ് ചെയ്തു. പ്രകൃതിക്ഷോഭങ്ങളെ ധീരമായി നേരിട്ട് കെട്ടിപ്പൊക്കിയ ജീവിതം പ്രകൃതി തന്നെ വീണ്ടും നശിപ്പിച്ചതാണ് അവരെ കണ്ണീരിലാഴ്ത്തുന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പത്തെയും ആർത്തിരമ്പെത്തിയ രാക്ഷസത്തിരകളെയും കുറച്ചൊക്കെ ജപ്പാൻ അതിജീവിച്ചു. നാശനഷ്ടങ്ങൾക്ക് ഇക്കുറി വ്യാപ്തി കൂടി എന്നതും നേര് തന്നെ. ആണവ റിയാക്ടറുകളുടെ തകർച്ചയും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളുമാണ് ഇപ്പോൾ ജപ്പാന് മുന്നിലുള്ള വലിയ പ്രതിസന്ധി. ചില പട്ടണങ്ങളെ മുക്കിയ സംഹാര തിരകൾ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളെക്കാൾ അവരിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നത് ആണവ വികിരണമുണ്ടാക്കുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ്. ജനലക്ഷങ്ങളെ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കിയ ഹിരോഷിമ നാഗസാക്കി ആറ്റം ബോംബ് ആക്രമണങ്ങൾക്ക് ശേഷം ജപ്പാൻ വീണ്ടും ആണവ ദുരന്തത്തിന്റെ പരിഭ്രാന്തിയിലായിരിക്കുന്നു.
ഒരിക്കൽ തങ്ങളുടെ ജീവിതം തകർത്ത ആണവ വികിരണങ്ങൾ വിതച്ച നാശങ്ങളുടെ ഓർമ്മകളാവും ഇപ്പോഴും ജപ്പാൻ ജനതയിൽ ഭീതി പടർത്തുന്നത്. ഭൂകമ്പ ബാധിത മേഖലയിൽ 4 ആണവ റിയാക്ടറുകളാണ് ഉള്ളത്. ഇതിൽ ഒനാഗവ ആണവ നിലയത്തിൽ അഗ്നിബാധയുണ്ടായതിന് പിന്നാലെ